സുഹൃത്തുക്കളെ ഞാനൊരു ഉസ്താദിനെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഒരു പക്ഷേ കുറേ ആളുകൾക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലാത്തവർക്ക് പിന്നെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഉസ്താദാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെയുണ്ട്? നല്ല റാഹത്ത്. അവസാനം ഇത് വീടാണല്ലേ? നിങ്ങളുടെ വീട്? അതെ. ഏതായാലും ഇവിടെ എത്തി. എങ്ങനെയുണ്ട്? ഷാറായി പോണു അല്ലേ? നമ്മൾ പോയി നോക്കാം, പ്രേക്ഷകർക്ക് നേരിട്ടാണ് കാണിച്ചു കൊടുക്കല്ലോ എന്താ സംഭവം എന്നുള്ളത്. നിങ്ങളുടെ പേര് പറഞ്ഞു കൊടുക്കും. മുജിത്തബ അല്ലേ? ഉപ്പ ഉസ്താദാണ്? അതെ ഉസ്താദ്. ഖത്തീബ അല്ലെ മുദ്രിസ്? എന്താണ് മുദരിസും ഖത്തീബും. എവിടെയാണ്? മേലാറ്റൂർ ആണല്ലേ? മേലാറ്റൂർ ജോലി ചെയ്യാം. ഉപ്പ ഉസ്താദാണ്. നിങ്ങൾ ഉപ്പാക്ക് എത്ര മക്കളാ? ഇപ്പൊ 9 ആൾക്കാർ. എത്ര ഉസ്താദന്മാരുണ്ട് ഇവിടെ? മൂലം പണ്ഡിതന്മാരുണ്ട്? ഇവിടെ എല്ലാവരും ഉസ്താദന്മാരാ. എല്ലാ ഉസ്താദന്മാരാ? ചെറിയൊരു അനിയൻ മാത്രമേ ഇല്ലാത്തുള്ളൂ. അപ്പോൾ ഒരു സ്പെഷ്യൽ പിന്നെ ഉസ്താദാണ് നിങ്ങൾ. മുസ്താബിന്റെ ഒരു കഴിവ് കാണിച്ചു കൊടുക്കാം. പോയി നോക്കാം. ഇതാണ് നിങ്ങൾ ആയുധങ്ങളല്ലേ? ഇത് എവിടെ പോണേ? നിങ്ങൾ ടെറസിന്റെ മേലക്ക് നടക്കി. ടെറസിന്റെ മേലക്ക് ഞാനും കയറുകയാണ്. ഇത് സംഭവം സെറ്റാട്ടാ. എന്ത് സന്തോഷം. ഇത് ഈ ഉസ്താദ് ഇനി ഒരു ഭയങ്കര ചേഞ്ച് കാണിച്ചു തരട്ടാ. നിങ്ങൾ ഡ്രസ്സൊന്ന് ചേഞ്ച് ആക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു സ്കില്ലൊന്ന് കാണിച്ചു കൊടുക്കൂലേ? അപ്പോൾ ഈ ഉസ്താദ് പിന്നെ സ്വന്തം ഈ ജിംനേഷ്യത്തിലൊന്നും പോവാതെ അദ്ദേഹത്തിന് പിന്നെ ഒരു ജിം ബോഡി മാഷാ അല്ലാഹ് അദ്ദേഹത്തിന് പിന്നെ ഉണ്ടാക്കിയെടുത്തു. അത് അതിൻ്റെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ സ്വയം ഉണ്ടാക്കിയെടുത്ത സാധനങ്ങൾ. അപ്പോൾ ഉസ്താദേ, പിന്നെ ഇത് സ്വയം വർക്കൗട്ട് ചെയ്ത് ഉണ്ടാക്കിയതാ? അതെ അതെ. ജിമ്മ് പോയിട്ടുണ്ടോ? ഇല്ല, ജിമ്മിന് പോയില്ല. ദർസിന്ന് ടൈം കിട്ടൂല പോക്ക്. ഇത് ദർസിൽ വെച്ചാൽ ആദ്യം തുടങ്ങിയ എവിടെ വെച്ചാ? ദർസിന്ന് തന്നെ. ഏത് ദർസ്? ഞാൻ മേലാറ്റൂര്. ഉപകരണങ്ങൾ എന്താ വെച്ചാൽ സാധാരണ ഒരു ബക്കറ്റ് കുപ്പിയിൽ മണലറച്ചിട്ട് ബക്കറ്റിലിട്ട് അങ്ങനെ ഒന്ന് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ റബ്ബർ ഉണ്ട്, റബ്ബർ കൊണ്ട് ചെയ്യും. അതേപോലെ ചെറിയ ഡബിൾസ് ഉണ്ട്, അതുകൊണ്ടും ചെയ്യും. പിന്നെ നമ്മൾ ബോഡി വെയിറ്റ് വെച്ചാണ്ട് ഓരോ ഭാഗത്തുകളിൽ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു വർഷം മുന്നത്തെ ശരീരവും ഇപ്പോഴത്തെ ശരീരവും നല്ല വ്യത്യാസം, ഒരുപാട് വ്യത്യാസമുണ്ട്. നല്ല മാറ്റം വന്നു. വെറും വർക്കൗട്ട് കൊണ്ട് മാത്രം വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ ഭക്ഷണം നല്ല നിയന്ത്രിക്കണം. ഭക്ഷണം നിയന്ത്രിക്കണം പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം ഫുള്ളോട്ട് ഒഴിവാക്കാൻ വേണ്ടി മെയിനായിട്ട് ഒഴിവാക്കേണ്ടത് പഞ്ചസാര മെയിൻ ഒഴിവാക്കുക. പിന്നെ അതുപോലെ ഓയിൽ അടങ്ങിയ ഭക്ഷണം അത് മാക്സിമം ഒഴിവാക്കുക. അത് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ശരീരത്തിൽ മാറ്റം വരും. ഒരുപാട് മാറ്റം ഉണ്ടാവും. ആണല്ലേ? തീർച്ചയായിട്ടും നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ ഇതിപ്പോൾ എല്ലായിടത്തും ഇപ്പം നിങ്ങൾക്ക് ഈ സൗകര്യം കിട്ടും? ഈ സാധനങ്ങളൊക്കെ ഒപ്പിക്കാൻ പറ്റുമോ? ഇപ്പോൾ എവിടെ പഠിക്കണത്? ഇപ്പോൾ പാലക്കാടാണ്. അവിടെ ഈ സാധനം ഉണ്ടോ? ചെറുതായിട്ടൊക്കെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുന്ന അർത്ഥം. അതെ അതെ. അപ്പൊ നമുക്ക് അതിനൊരു താല്പര്യം ഉണ്ടായാൽ മതി. എന്തിനാണെങ്കിലും അല്ലേ? താല്പര്യം ഉണ്ടായാൽ നമുക്ക് അതിക്ക് ഇറങ്ങി തിരിച്ച് നമുക്ക് ഓരോന്ന് മെല്ലെ ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് സംഘടിപ്പിക്കാനും കഴിയും, ചെയ്യാനൊക്കെ കഴിയും. പറ്റില്ല. എല്ലാവരുടെ ധാരണ എന്ന് വെച്ചാൽ ഇറങ്ങാനൊരു മടി. അത് കിട്ടുമോ, ഇത് ചെയ്യാൻ കഴിയുമോ, ആകെ ഒരു മടി. അത് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാൻ കഴിയും. ആണ്. നിങ്ങളെ സമയമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കി. ഇങ്ങനെ ഒരു ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നുണ്ടല്ലോ. ശരിക്കും ഒരു ദർശനാണെങ്കിൽ രാവിലെ 4 മണിക്ക് എണീക്കണ്ടേ? അതെ അതെ. ബാങ്കിന്റെ മുമ്പായിട്ട് എണീറ്റ് 1.5 മണിക്കൂർ മുമ്പായിട്ട്. എപ്പോഴാണ് വർക്കൗട്ട് ആക്കല്? ഞാൻ വർക്കൗട്ട് രാത്രിയാണ് ചെയ്യുക. ഏതാ സമയം പറഞ്ഞു കൊടുക്കി? ഒരു 9:30 അതായത് എല്ലാവരും കിടന്നുറങ്ങാൻ നേരത്ത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ് ഈ ശരീരം. ആണ്. ശരീരത്തിൽ മാറ്റം വന്നപ്പോൾ മനസ്സിന്റെ ഒരു സ്ട്രോങ് കൂടിയാണ്. ഒരുപാട് നല്ല ചേഞ്ച് ഉണ്ട്. ഉപ്പാന്റെയും വീട്ടുകാരുടെ സപ്പോർട്ട് ഉപ്പാന്റെ സപ്പോർട്ട് ഉണ്ടല്ലേ? ഈ ഗ്യാസ് കുറ്റി എന്തിനാ എനിക്ക് മനസ്സിലായില്ല. ഇത് ഞാൻ മുമ്പ് ചെയ്തത്. ജസ്റ്റ് കാണിക്കണ്ടെന്നാലും ബാക്കിന് ചെയ്യും. എങ്ങനെ ചെയ്തിരുന്നു? അതിന്റെ വിഷ്വൽ ഇപ്പൊ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരു കമ്പിയും സാധനം ഇപ്പൊ ഇവിടുന്ന് പോയിന്റെ ആ സാധനമൊക്കെ പൊടിഞ്ഞെടുത്തി. പ്രഷർക്ക് ഗ്യാസും കുറ്റിന്റെ പരിപാടി ഇങ്ങനെ ഓരോന്ന് പൊക്കും. അതേപോലെ തന്നെ പിന്നെ ഒരു കമ്പി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊക്കണമെന്നുണ്ട്. കമ്പി വെച്ചിട്ട് നല്ല എഫക്റ്റീവായി കിട്ടുന്ന സാധനമാണല്ലേ. ഫുഡ് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കി? ഫുഡ് നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കും. അപ്പം നമുക്ക് സുലഭമായി കിട്ടുന്നതാണ് കോഴിമുട്ട. അത് നമ്മൾ സംഘടിപ്പിക്കും. എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കും. അതേപോലെ തന്നെ പിന്നെ പയർവർഗ്ഗങ്ങൾ. പിന്നെന്താ ജിമ്മിൽ പോയത് എങ്ങനെ? ഇത് എങ്ങനെയാണ് പൊതുവെ ജിമ്മിന് ഒരുപാട് ആയിരങ്ങളൊക്കെ മുടക്കിയിട്ട് ഇതിപ്പോൾ ഒരു ചിലവില്ലല്ലോ ശരിക്ക്. ചിലവ് ഭക്ഷണത്തിനുള്ള ചിലവിലുള്ളൂ. സ്ഥാപനത്തിന്റെ ചിലവോ അല്ലെങ്കിൽ ട്രെയിനറുടെ ചിലവോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇതിന്റെ സയന്റിഫിക് വശം എങ്ങനെ മനസ്സിലാക്കുക? യൂട്യൂബിൽ ഓരോ നല്ല ക്ലാസ് ഉള്ള കാണും ആൾക്കാരുണ്ട്. ഇത് കാണും. ഇൻസ്റ്റയില് ഓരോ ഷോർട്ട് വീഡിയോ ഉണ്ടാവും. ഒക്കെ അത് തന്നെ ചെയ്യില്ല. നമ്മളതിന്നൊക്കെ പഠിച്ചിട്ട് ഓരോന്ന് ചെയ്യലാണ്. ആണല്ലേ? അല്ലാതെ ഇനിയിപ്പോ നിങ്ങൾക്ക് ജിംനേഷ്യം സ്ഥാപനത്തിൽ പോകണമെന്നുണ്ടോ? ഇതില് താല്പര്യം. മുസ്തഫ, സന്തോഷം. മാഷാ അല്ലാഹ്, ബോഡി തൊടുമ്പോ തന്നെ ഫീൽ വരുന്നുണ്ട്. നിങ്ങൾ
കരാട്ടെ പഠിച്ചാണോ? ഇല്ലല്ലേ ഇല്ലല്ലേ? കളരിക്ക് മുമ്പ് പോയിനി. ആണല്ലേ? ഇനിയിപ്പോൾ ഇങ്ങനെ ഈ ഡ്രസ്സ് ഉണ്ട് കണ്ട് ഇനി പാവല്ലേന്ന് വിചാരിക്കണ്ട. പൊതുവെ ഈ ഡ്രസ്സ് ഉള്ള ആളുകളൊക്കെ വളരെ പാവമായിരിക്കും. പക്ഷെ ഇങ്ങനെ അടുക്കാൻ നിൽക്കണ്ട. മാഷാ അല്ലാ നല്ല പവറാട്ടോ. ഏതായാലും സ്ട്രോങ് ആവട്ടെ, ഉഷാറായി വരട്ടെ. ഭാവിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉസ്താദാൻ തന്നെയാണ് അല്ല എന്താണ്? നല്ലൊരു ഉസ്താദാവണം, ഉപ്പയെ പോലെ ആവട്ടെ. ആരോഗ്യം ശ്രദ്ധിക്കണം, ആരോഗ്യം നല്ല ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഒരു കാര്യത്തിൽ ഞങ്ങളുണ്ടാവുള്ളൂ ഈക്വലാണ്. പഞ്ചസാര ഞാനും മാക്സിമം ഒഴിവാക്കിയ ആളാട്ടോ കഴിഞ്ഞ 10 വർഷമായിട്ട്. പഞ്ചസാര ആദ്യം ഒഴിവാക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഞാനിപ്പം ഉപ്പ പഞ്ചസാര ഇല്ലാതെ കട്ടന് കുടിക്കും. അപ്പം എനിക്ക് ആദ്യം ഒരു ചടപ്പുണ്ട് എങ്ങനെ ഇതൊക്കെ കുടിക്കണേന്ന്. പക്ഷെ അത് എങ്ങനെയാ വെച്ചാൽ മെല്ലെ മെല്ലെ ഒറ്റയ്ക്ക് കുറക്കാതെ പഞ്ചസാര ഓഫാക്കി മെല്ലെ മെല്ലെ കുറച്ച് കഴിഞ്ഞാൽ നമുക്കും പഞ്ചസാര ഇല്ലാതെ കഴിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പം പഞ്ചസാര ഇല്ലാതെ തന്നെ ചായ ഓക്കെ. ഏതായാലും ഈ ജിംനേഷ്യത്തിലൊക്കെ പോയി ഒരുപാട് പൈസ മുടക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അല്ലേ, നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്നാണ്. ആവശ്യമാണ് കണ്ടുപിടുത്തങ്ങളുടെ മാതാവ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതേപോലെയാണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എവിടുന്നും ചെയ്യാൻ പറ്റൂലേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. മലപ്പുറം ജില്ലയിലെ ഓമാനൂരാണ് ഉസ്താദിൻ്റെ വീട്.